ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നമ്മളെ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്തിട്ട് നമ്മൾ പുതിയ അധ്യയന രീതിയിലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അതിനു മുൻപായിട്ട് നമുക്ക് നിങ്ങൾ പഠിക്കുന്ന NCVT കോഴ്സിൻ്റെ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. NCVT എന്ന് പറയുമ്പോൾ നാഷണൽ കൗൺസിൽ ഓഫ് വെക്കേഷണൽ ട്രെയിനിങ് എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. വ്യാവസായിക പരിശീലന വകുപ്പിൻ്റെ കീഴിലാണ് നമ്മൾ പരിശീലനം നടത്തുന്നത്. 1 വർഷത്തെയും 2 വർഷത്തെയും കോഴ്സുകളാണ് നമുക്ക് ഉള്ളത്. അതിൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ വരുന്നുണ്ട്, മെക്കാനിക് ഡീസൽ ഉണ്ട്, ഇലക്ട്രീഷ്യൻ ട്രേഡ് ഉണ്ട്, ആർക്കിടെക്ചർ അസിസ്റ്റൻ്റ്, അങ്ങനെ ഉള്ള ട്രേഡുകളാണ് നമുക്ക് ഉള്ളത്. ഈ ഓരോ ട്രേഡുകൾ വരുമ്പോഴും അവർക്ക് പഠിക്കാനുള്ള പൊതുവായിട്ടുള്ള സബ്ജക്റ്റുകളെന്ന് പറയുന്നത്, ആ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകളെന്ന് പറയുന്നത് ട്രേഡ് തിയറി ഉണ്ടായിരിക്കും, ട്രേഡ് പ്രാക്ടിക്കൽ, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്, ഡ്രോയിങ്, എംപ്ലോയബിലിറ്റി സ്കിൽ, ഇങ്ങനെ 5 പേപ്പറുകളായിട്ടാണ് അതിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ട്രേഡ് തിയറി എന്ന് പറയുമ്പോൾ ആ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 വർഷം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ട്രേഡ് തിയറിയുടെ 2 ബുക്സ് കംപ്ലീറ്റ് ആവുന്നത്, 2 ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് പ്രാക്ടിക്കൽ വർക്കുകൾ ചെയ്യാനുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനും സയൻസ്, പിന്നെ ഡ്രോയിങ്ങിൽ അതിൻ്റെ ജിയോമെട്രിക്കൽ ഡ്രോയിങ്ങും ഉണ്ടായിരിക്കും, ട്രേഡ് ബേസ്ഡ് ഡ്രോയിങ്ങുമാണ് ഉണ്ടായിരിക്കുക. പിന്നെ എംപ്ലോയബിലിറ്റി സ്കില്ലിൽ അതിലുള്ളൊരു പേപ്പർ കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ 5 പേപ്പറുകളാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഓരോ പേപ്പേഴ്സും എന്ത് ചെയ്യുക, ആദ്യം മുതൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങണം. കാരണം തിയറി വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ പ്രാക്ടിക്കൽ വർക്കുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ടോപ്പിക്കുകളും പറഞ്ഞു പോവുക. ട്രേഡ് തിയറിക്കും അതുപോലെ തന്നെ ട്രേഡ് പ്രാക്ടിക്കലിനും ഈ പറയുന്ന ബാക്കി സബ്ജക്റ്റുകൾക്കൊക്കെ എന്തുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടായിരിക്കും. ഓരോ പേപ്പേഴ്സും ഈ പറയുന്ന ഓരോ പേപ്പറുകളും എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് അതിൽ തന്നെ പഠിച്ചു തുടങ്ങുക. NCVT കോഴ്സുകളിൽ NSQF ബേസ് ട്രെയിനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. NSQF എന്ന് പറയുമ്പോൾ നാഷണൽ സ്കില്ല് ക്വാളിറ്റി ഫ്രെയിം വർക്കാണ്. ഒരു ഫ്രെയിം വർക്കാണ്. നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള വർക്കുകളായിട്ട്, അതായത് ലോകോത്തര നിലവാരമുള്ള ക്വാളിറ്റിയുള്ള വർക്കുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ വർക്കുകൾ പരിശീലിപ്പിക്കുന്നത്. അതായത് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ പഠിച്ച ഈ ഒരു വർക്ക് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നിലവിലുള്ള അല്ലെങ്കിൽ ആ എല്ലാ ഭാഗങ്ങളിലും ഉപയോഗിക്കുന്ന അത്തരം എക്യുപ്മെൻസും അവിടുത്തെ രീതികളും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഫോമായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളതാണെന്ത് ഈ NSQF എന്ന് പറയുന്നത്. അപ്പോൾ അതിലോരോ ലെവലിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിനിങ്ങിൽ ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതുപോലെ അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ. ഒരാളൊരു ലാബിലൊരു വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ, ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ ആ കുട്ടി ലാബിൽ വന്ന് വർക്ക് ആരംഭിച്ച് അത് ആ വർക്ക് കംപ്ലീറ്റ് ആവുന്നത് വരെയുള്ള അവൻ്റെ ഓരോ മെത്തേഡുകൾ എന്ത് ചെയ്യും, അവൻ ചെയ്യുന്ന ഓരോ രീതികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ ഇൻ്റേണൽ അസസ്മെൻറ്റ് അവിടെ ഉണ്ടാകുന്ന ഇൻസ്ട്രക്ടർ എന്ത് ചെയ്യുന്നു, അത് അസസ് ചെയ്തിട്ട് അതിനെല്ലാം ക്രോഡീകരിച്ച് എന്ത് ചെയ്യുന്നു, ഓരോ മാർക്കുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് എന്ത് നടക്കുക, വർക്കുകൾ നടക്കുക. ഈ ഒരു ട്രെയിനിങ് രീതി അനുസരിച്ച് ഒരു കുട്ടി വർക്ക് ചെയ്യുമ്പോൾ
അത് മുഴുവൻ വർക്കുകളും നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യണം എന്നുള്ളത് അവൻ്റെ ബാധ്യതയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു വർക്ക് തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ഡെമോ ക്ലാസ് തന്നിട്ട് അതിൽ വർക്കുകൾ ചെയ്യുന്ന രീതികൾ കാണിച്ചു തരും. അതിനുശേഷം എന്ത് ചെയ്യണം, ഓരോ വിദ്യാർത്ഥികൾ അത് സ്വന്തമായിട്ട് ആ വർക്കുകൾ ചെയ്യണം. ആ വർക്ക് ചെയ്താൽ മാത്രം പോരാ, അതിനൊരു ആ ചെയ്യുന്ന വർക്കുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു റെക്കോർഡിക്കൽ പ്രൂഫായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളെ റെക്കോർഡുകൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ, ആ വർക്ക് ചെയ്ത ഇപ്പോൾ ഒരു വർക്ക് പീസ് ആണെങ്കിൽ ആ വർക്ക് പീസ് എടുത്ത് വയ്ക്കാം, വയർ ജോയിൻറ്റുകളൊക്കെ ആണെങ്കിൽ വയർ ജോയിൻറ്റുകൾ ഉപയോഗിക്കാം. അങ്ങനെ ആ രീതിയിലുള്ള വർക്കുകൾ. അല്ലെങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും വേണം. ഇതെല്ലാം ഈ ഒരു NSQF ബേസ്ഡ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ തിയറിയിൽ സാധാരണ തിയറിയിൽ പഠിക്കാനുള്ള അതിൻ്റെ ഒരു തിയറി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു അസൈൻമെൻറ്റ് ബുക്കുകളുണ്ടായിരിക്കും. അപ്പോൾ തിയറിയൊക്കെ ക്ലാസ് എടുക്കുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അതുമായി ബന്ധപ്പെട്ട അസൈൻമെൻറ്റ് വർക്കുകൾ എന്ത് ചെയ്യണം, അസൈൻമെൻറ്റ് ബുക്കിൽ ചെയ്യണം. പ്രാക്ടിക്കലിലാവുമ്പോൾ പ്രാക്ടിക്കലിന് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ആ വർക്കുകളെല്ലാം ഓരോന്നും ഓരോ മോഡ്യൂൾ ഓരോ ടാസ്കുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അതിൽ ചെയ്യുന്നുണ്ടാവും. ഒരു വർക്കിൽ തന്നെ 3-4 ടാസ്കുകൾ ഉണ്ടായിരിക്കും. ആ ഓരോ ടാസ്കുകളിലായിട്ടാണ് ആ വർക്കുകൾ കംപ്ലീറ്റ് ആക്കുന്നത്. ആ കംപ്ലീറ്റ് ആകുന്ന വർക്കുകൾ എന്ത് ചെയ്യണം, ആ പ്രാക്ടിക്കൽ ടെക്സ്റ്റിൽ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും, അതിൻ്റെ ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നു, അത് റെക്കോർഡിലേക്ക് പകർത്തിയിടണം. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കും ഉണ്ടായിരിക്കും, പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കാൽക്കുലേഷനും ഡ്രോയിങ്ങിനും കമ്പ്യൂട്ടർ സ്കില്ലിനൊക്കെ ഇതുപോലെ ടെക്സ്റ്റുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അറ്റൻഡൻസും ഡിസിപ്ലിനും. അറ്റൻഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 80% അറ്റൻഡൻസ് നിർബന്ധമായിട്ടും വേണ്ടതാണ്. അപ്പോൾ സെമസ്റ്റർ സിസ്റ്റത്തിൽ അനുസരിച്ചിട്ടാണ് അറ്റൻഡൻസ് കണക്കാക്കുന്നതെങ്കിൽ നമുക്കെന്ത് വേണം, ഓരോ സെമസ്റ്റർ ആകുമ്പോഴേക്കും എന്ത് വേണം, 80% അറ്റൻഡൻസ് നമ്മൾ തികച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അനാവശ്യമായിട്ട് എടുക്കുന്ന ലീവുകളൊക്കെ എന്ത് ചെയ്യുക, പരമാവധി ഒഴിവാക്കുക. പിന്നെ സ്ഥാപനത്തിന് പുറത്തും തികഞ്ഞ അച്ചടക്കം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, പാലിക്കേണ്ടതാണ്. സ്റ്റുഡൻസിനുള്ള ഇൻസ്ട്രക്ഷൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, അനുസരിക്കണം. കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു, NSQF ബേസിൽ വരുമ്പോൾ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് അവിടെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അപ്പോൾ നിങ്ങളുടെ പങ്ക്ച്വാലിറ്റി, നിങ്ങൾ ആ വർക്ക് ചെയ്യുന്ന സ്പീഡ്, നിങ്ങളുടെ സ്വഭാവം, അറ്റൻഡൻസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകൾ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇൻറ്റേർണൽ മാർക്കുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് തുടങ്ങണം. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയകരമായിട്ട് നമ്മളുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അത് കോമൺ ആയിട്ട് ആദ്യം ആരംഭിക്കുന്നത് ഡ്രോയിങ് ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ ഡ്രോയിങ്ങിൽ വരുമ്പോൾ ജോമെട്രിക്കൽ ഡ്രോയിങ് ക്ലാസ്സുകളാണ് ആദ്യം ആരംഭിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡേറ്റ് പറയുന്ന ആ ദിവസത്തേക്ക് എന്ത് ചെയ്യുക, ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് കയ്യിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ക്ലാസ്സിന് തയ്യാറായിട്ട് ഇരിക്കാൻ. ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ജോമെട്രിക്കൽ ബോക്സും അതേപോലെ തന്നെ ഒരു ഡ്രോയിങ്ങിൻ്റെ നോട്ട്ബുക്കും എന്ത് ചെയ്യുക, കയ്യിൽ വെച്ചിട്ട് ഇരിക്കുക. എന്നിട്ട് ഇപ്പോൾ ആദ്യം നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ഒരു ദിവസത്തെ വീഡിയോസ് അതിൽ നിങ്ങൾക്ക് തരുന്നു. എന്നിട്ട് അതിൽ അന്നത്തെ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു അസൈൻമെൻറ്റ് വർക്കുകളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിലിരുന്നിട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് നോട്ട്ബുക്കും ഇൻസ്ട്രുമെൻറ്റ് ബോക്സുമായിട്ട് എന്ത് ചെയ്യുക, ഡ്രോയിങ് ക്ലാസ്സിന് തയ്യാറായിട്ട് നിങ്ങൾ ഇരിക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ആദ്യം മുതൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക.